നമ്മൾ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരാള് നമ്മളെ ചതിച്ചിട്ട് പോയാ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? നമ്മൾ എങ്ങനെയായിരിക്കും ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക? ഈ കുഞ്ഞൻ ജീവി എങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് കണ്ടാലോ? 2023 പുറത്തിറങ്ങിയ ചെബുറാഷ്ക. സ്പെയിനിലുള്ള ഒരു വലിയ ഓറഞ്ച് തോട്ടം. ഇവിടെ നിന്ന് ഓറഞ്ചുകൾ മോഷണം പൊക്കോണ്ടിരിക്കുകയാണ്. നോക്കുമ്പോഴല്ലേ വലിയ ചെവിയുള്ള ഈ ക്യൂട്ട് കുഞ്ഞൻ ജീവി അതിന്റെ പിന്നിലെന്ന് മനസ്സിലായത്. ഇതിന്റെ പേര് ചെബുറാഷ്ക എന്നാണ്. കർഷകര് മൺവെട്ടിയെടുത്ത് അതിനെ പിടിക്കാനായി പിന്നാലെ പാഞ്ഞു. ഇത് ഓടി 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 ഇവര് ഈ ഓറഞ്ച് ശേഖരിക്കുന്ന കൊട്ടയ്ക്കടിയിൽ പോയി ഒളിച്ചിരുന്നു. എന്നായി കർഷകര് അതിനെ പിടികൂടി. എന്റെ പൊന്നോ, എങ്ങനെ രക്ഷപ്പെടും? ചെബുറാഷ്ക അവന്മാരുടെ മോന്തയ്ക്ക് ചാടി അവരെ പേടിപ്പിച്ച് ഓടിപ്പോയി. ഇവിടെ നിന്ന് 100 കിലോമീറ്റർ മാറിയിട്ട് ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്. ഇവിടുത്തെ ഗാർഡനറാണ് ജന്ന. ഈ പുള്ളിക്കാരന് ചെടികളും പൂക്കളും വലിയ ഇഷ്ടമാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ അവിടെയുള്ള ടെലസ്കോപ്പ് വഴി ടൗണിലുള്ള മോളുടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി നിരീക്ഷിക്കലാണ് ജന്നയുടെ പ്രധാന പരിപാടി. ഇന്ന് ഗാർഡനിൽ ഒരു പയ്യൻ ഒരു ചെടി തല്ലിക്കൊഴിക്കുന്നത് കണ്ട് ജന്ന അവിടെ പോയിട്ട് ആ പയ്യനോട് പറഞ്ഞു, മോനെ നീ ആ ചെടി തൊട്ട് കളിക്കണ്ട, അത് നിന്നെ കയറി കടിക്കുവേ. ഈ പയ്യന് ഒരു സ്വഭാവമുണ്ട്. അവനോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതവൻ ഇമാജിൻ ചെയ്ത് മുന്നിൽ കാണും. അപ്പൊ അവൻ നോക്കുമ്പോൾ ഈ ചെടി വലുതായിട്ട് അവനെ കടിക്കാൻ വരുന്നത് പോലെ തോന്നുക. അയ്യോ ചെടി എന്നെ തിന്നേ എന്നും പറഞ്ഞ് ആ പയ്യൻ ഓടടാ ഓട്ടം. അപ്പോഴാണ് ഒരു വലിയ കൊച്ചം അവിടേക്ക് വരുന്നത്. പുള്ളിക്കാരി കഴിച്ച മിഠായിയുടെ കവർ അവിടെ നിലത്തിട്ടത് കണ്ട ജന്ന ഇവർക്കൊരു പാഠം പഠിപ്പിക്കണമല്ലോ എന്നോർത്തിട്ട് ആ കവർ എടുത്തതേ ഇവിടെയാണ് മാഡം വേസ്റ്റ് കുട്ട എന്ന് പറയാണ്. ഓ, ഇത് ചെയ്തതിന് ഞാൻ നിങ്ങൾക്ക് ഇനി പൈസ തരണോ എന്ന് അവർ വീമ്പ് പറഞ്ഞപ്പോ ആ ചവറ്റുകൊട്ട മുഴുവനുള്ള വേസ്റ്റ് ജന്ന അവരുടെ ദേഹത്ത് തട്ടി. എടോ താൻ എന്താണോ ചെയ്തത്, തനിക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇവിടുത്തെ മാനേജറെ വിളിച്ചുകൊണ്ട് വരികയാണ് ഈ പെണ്ണുംപിള്ള. അങ്ങനെ മാനേജർ ഇയാളെ ചീത്ത പറയാൻ നോക്കുമ്പോൾ ഇയാളാണെങ്കിൽ വേണമെന്ന് വെച്ചിട്ട് ആ പെണ്ണുംപിള്ളയുടെ ദേഹത്ത് നിറയെ വെള്ളമാക്കി. ഇയാളോട് പറഞ്ഞ് കാര്യമില്ലെന്ന് ഓർത്തിട്ട് ആ പെണ്ണുംപിള്ള അവിടെ നിന്ന് പോയി കളയാണ്. അന്ന് നല്ല കൊടുങ്കാറ്റിന്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. കർഷകരാണെങ്കിൽ ചെബുറാഷ്കയെ പിടിക്കാനായിട്ട് തത്രപ്പാടിലാണ്. അങ്ങനെ ഓറഞ്ച് കെണിയൊക്കെ വെച്ച് ചെബുറാഷ്കയെ അവര് പിടികൂടി. എന്നാൽ ആ സമയത്താണ് കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റായി മാറിയിട്ട് ഏകദേശം ഈ ഓറഞ്ച് തോട്ടത്തിന്റെ അരികെ വരെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കർഷകര് ഇവനെ പിടികൂടുമ്പോഴേക്ക് ഇവൻ നേരെ ഈ ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നേരത്ത് ജെന്ന ആവട്ടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരന്റെ സുഹൃത്തായ വെലറിൻ ചെസ് കളിക്കാൻ വന്നിട്ടുണ്ട്. എപ്പ ചെസ് കളിച്ചാലും വെലറിൻ തോറ്റുപോകും. അത്രയ്ക്ക് അഗ്രഗണ്യനാണ് ചെസ്സില് നമ്മുടെ ജെന്ന. പുറത്ത് ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ ദേ പുറത്ത് ഓറഞ്ച് മഴ പെയ്യാണ്. ചുഴലിക്കാറ്റിൽ വന്ന ഓറഞ്ച് മുഴുവൻ ഇവിടെയാണ് വന്ന് വീഴുന്നത്. കൂടെ നമ്മുടെ ചെബുറാഷ്കയും കറക്റ്റ് ആയിട്ട് അവൻ ഈ ബൊട്ടാനിക്കൽ ഗാർഡനകത്ത് തന്നെ വന്ന് വീണു. അങ്ങനെ ഓറഞ്ച് മഴ കാരണം വൃത്തികേടായി കിടക്കുന്ന ബൊട്ടാനിക്കൽ ഗാർഡൻ വൃത്തിയാക്കാൻ ഒരാൾ വരികയാണ്. ഒരു ഉന്തുവണ്ടി കൊണ്ടിട്ട് അവിടെയുള്ള ഓറഞ്ച് കുത്തിയെടുത്ത് അയാൾ ഇവിടെ വൃത്തിയാക്കുമ്പോഴാണ് ചെബുറാഷ്ക ഓറഞ്ച് എന്നും കണ്ട് ആ വണ്ടിയിൽ കയറി ഇരിക്കുന്നത്. അവൻ അതിൽ കയറിയതും ഈ ഉന്തുവണ്ടി ഉരുണ്ടുരുണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ നേരെ തെറിച്ച് വീഴുന്നത് ജന്നയുടെ വീടിന്റെ മുറ്റത്തേക്കായിരുന്നു. മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി ജന്ന ഓടിക്കതിച്ച് അവളുടെ ചോക്ലേറ്റ് കടയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ടാനിയ എന്നാണ് ഈ മകളുടെ പേര്. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രദേശത്തുള്ള ഏറ്റവും ബെസ്റ്റ് ചോക്ലേറ്റ് ഈ പുള്ളിക്കാരിയുടെയാണ്. അപ്പൊ വേറൊരു ചോക്ലേറ്റ് കടക്കാരൻ ലാരിയൻ വന്ന് നമ്മുടെ ടാനിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജന്ന നേരം കടയുടെ പുറത്ത് വന്ന് നിൽക്കുമ്പോൾ മരുമകനായിട്ടുള്ള ടുലിയെയും പിന്നെ കൊച്ചുമകനായ ഗ്രിഷയും അവിടെ ഉണ്ടായിരുന്നു. 5 വയസ്സാവാനായിട്ടും ഗ്രിഷ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ടാനിയയും അച്ഛനും അത്ര സ്വരച്ചേർച്ചയിലല്ല. അച്ഛൻ എവിടെ പുറത്ത് കണ്ടിട്ടും അവള് അച്ഛനെ മൈൻഡ് ചെയ്യാതെ അകത്തോട്ട് കയറി പോവാണ്. മരുമകൻ അന്നേരം ഒരു കാര്യം ഓർത്തു, ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കണല്ലോ. അച്ഛാ, നാളെ ഗ്രിഷയുടെ 5ാമത്തെ പിറന്നാളാണ്, അച്ഛൻ എന്തായാലും സെലിബ്രേഷന് വരണമെന്ന് മരുമകൻ പറയാണ്. ഇവിടെ നമ്മുടെ ചെബുറാഷ്ക ആവട്ടെ ജന്നയുടെ വീടിനകത്ത് കയറിയപ്പോൾ അവിടെ ഒരു ഓറഞ്ച് തൊപ്പിയുണ്ട്. ഓറഞ്ച് എന്നും കരുതിയിട്ട് അവൻ നേരെ പോയിട്ട് ആ തൊപ്പി എടുക്കാണ്. അവൻ അന്നേരം താഴേക്ക് ഒരൊറ്റ വീഴ്ചയായിരുന്നു. ആ വീഴ്ചയിൽ ഇവിടെയുള്ള ഒരു മെഷീൻ നമ്മുടെ ചെബുറാഷ്ക ഓണാക്കി. അതിൽ പിന്നീട് അവിടെയുള്ള സകല സാധനങ്ങളും തട്ടിമറിച്ചിടാണ്. ജനലയിലെ കർട്ടൻ വരെ അവൻ കീറുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ജന്ന വന്നു നോക്കുമ്പോൾ ഒരു കുട്ടി കുരങ്ങ് കണക്കിരിക്കുന്ന ഒരു സാധനം. നീ ആരടാ എന്റെ വീട് വൃത്തികേടാക്കാൻ എന്നും പറഞ്ഞ് ജന്ന അതിനെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ അടിപിടിക്കിടയിൽ വേറെയും പൊട്ടാത്ത ഒരുപാട് സാധനങ്ങൾ പൊട്ടി തകർന്നു പോവാണ്. അങ്ങനെ ഇതിനെ പിടിച്ച് വെളിയിൽ കളയാൻ പോകുമ്പോഴായിരുന്നു നമ്മുടെ മാനേജർ ഇവിടെ വന്നിട്ട്, നിങ്ങൾ എന്തിനാ പെണ്ണുമ്പിള്ളയെ അവിടെ നിന്ന് ഇങ്ങനെ കളിയാക്കി വിട്ടേ? പെണ്ണുമ്പിള്ളയാണെങ്കിൽ ഭയങ്കര പിടിപാടുള്ള കുടുംബത്തിലാ എന്നൊക്കെ പറയാണ്. ജന്ന അന്നേരം ഈ ജീവി എന്റെ പെറ്റാ എന്നൊക്കെ പറഞ്ഞ് അവൾ ഒഴിപ്പിച്ച് ശേഷം അവൾ പോയി കഴിഞ്ഞപ്പോൾ ചെബുറാഷ്കയെ പിടിച്ച് പുറത്താക്കി. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ അതിന് വിശക്കാണ്. പുറത്താണെങ്കിൽ ചീഞ്ഞ ഓറഞ്ചാണ്. വീടിന്റെ മുകളിൽ നല്ല 2 ഓറഞ്ച് കിടക്കുന്നത് കണ്ടപ്പോൾ ചെബുറാഷ്ക അത് പോയി എടുത്ത് കഴിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ വഴുതി നേരെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ വീണപ്പോൾ ഒരു പെണ്ണ് വന്ന് ഇതിന്റെ ചെവിക്ക് പിടിക്കുകയാണ്.
അങ്ങനെ ചെബുറാഷ്ക ഓടി വീണ്ടും ജന്നയുടെ വീടിനകത്ത് കയറിയിരിക്കുകയാണ്. നീ പിന്നെയും വന്നു എന്ന് പറഞ്ഞ് ഇതിനെ കളയാൻ കൊണ്ടുപോകുമ്പോഴാണ് നേരത്തെ കണ്ട ആ പെൺകുട്ടിയില്ലേ, നേരത്തെ ഈ പുള്ളിക്കാരൻ അപമാനിച്ചു വിട്ട ഒരമ്മച്ചി ഉണ്ടായിരുന്നില്ലേ, അവരുടെ പേര് റീമ എന്നാട്ടോ, റീമയുടെ കൊച്ചുമകളാണെന്ന് മനസ്സിലായത്. അവർക്ക് ഇതിനെ വേണമെന്ന് കണ്ടപ്പോൾ ജന്ന പറഞ്ഞില്ല, എന്റെ പെറ്റിനെ ഞാൻ ആർക്കും വിൽക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് സുഹൃത്തായ വാലറീനെ കൊണ്ടുപോയിട്ട് ഇത് എന്ത് തരം ജീവിയാന്ന് ചോദിക്കുകയാണ്. അയാൾക്കറിയില്ല, ഇത് ചിലപ്പോൾ വല്ല ഹൈബ്രിഡ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് നമ്മുടെ വാലറീൻ. അങ്ങനെ ആ ഒരു മൃഗശാലയുടെ അടുത്ത് ജന്ന അതിനെ ഉപേക്ഷിച്ചിട്ട് തിരികെ വരികയാണ് ചെയ്യുന്നത്. ചെബുറാഷ്കയാണെങ്കിൽ മണം പിടിച്ച് ജന്നയുടെ പിറകെ പോകുന്ന വഴിക്ക് ഇതിനെ ഒരു പട്ടിയിട്ട് ഓടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജന്ന ആവട്ടെ കുളിച്ച് വൃത്തിയായിട്ട് ഗ്രിഷയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ എവിടെയോ വെച്ച് ജന്നയെ നമ്മുടെ ചെബുറാഷ്ക കണ്ടു. അങ്ങനെ ഈ വീടിന്റെ പരിസരത്തേക്ക് അതും വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ടാനിയ അച്ഛനോട് മിണ്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്രിഷയ്ക്ക് അവരൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഗ്രിഷ അതുമായിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. ആ റൂമിലേക്കാണ് നമ്മുടെ ചെബുറാഷ്ക വന്ന് ചാടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജന്ന ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ലാരിയൻ വീണ്ടും ടാനിയെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കുറെ ആയി പിന്നാലെ നടന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചോക്ലേറ്റ് ഫാക്ടറി നിൽക്കുന്ന ആ ഒരു പ്ലേസ് ഞങ്ങൾക്ക് വിട്ടു തരണോ എന്ന്. ഞങ്ങൾ പുതിയ വലിയ ഫാക്ടറി നിർമ്മിക്കാൻ പോവാണ്. ഞങ്ങൾ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കച്ചവടം ഒന്നും ഉണ്ടാവില്ല. ഇത് ശരിക്കും ഒരു ഭീഷണിയായി തന്നെ എടുത്തോ. എത്രയും പെട്ടെന്ന് അത് ഒഴിഞ്ഞു തന്നാൽ നിങ്ങൾക്കത് നല്ലതാ എന്നൊക്കെ ലാരിയൻ പറയുമ്പോൾ മോളെ ഭീഷണിപ്പെടുത്തുന്നവനെ തൂക്കിയെടുത്ത് നമ്മുടെ ജന്ന വെളിയിൽ എറിഞ്ഞു. ഇനി മേല ഇങ്ങോട്ട് വന്നു പോകരുത് എന്നും പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കി വിടുകയാണ്. എന്നിട്ടും ടാനിയാണെങ്കിൽ ദേ ജന്നയോട് മിണ്ടിയില്ല. അപ്പോഴാണ് ഇതുവരെ സംസാരിക്കാത്ത നമ്മുടെ ഗ്രിഷ സംസാരിക്കുന്നത്. തൊട്ടടുത്ത് ചെബുറാഷ്ക ഉണ്ടായിരുന്നു. ഇതെന്റെ പെറ്റാ, നിനക്ക് ഇതിനെ കാണണമെങ്കിൽ വീട്ടിലോട്ട് വന്നോട്ടോ എന്നും പറഞ്ഞിട്ട് ജന്ന ചെബുറാഷ്ക എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെയെങ്കിലും ടാനിയൊക്കെ അവിടേക്ക് വന്ന് ഇവരെ മിണ്ടിയാലോ എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ജന്ന വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ചെബുറാഷ്ക ഗ്രിഷ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. അതായത് നമ്മളിപ്പോൾ ടോക്കിംഗ് ടോമിനോട് സംസാരിക്കില്ലേ, അത് കൂട്ട്. അങ്ങനെ ഇവൻ പോയിട്ട് വാലറിനോട് ഇക്കാര്യം പറയാണ്. പക്ഷെ ഇവർക്ക് ആർക്കും എന്തുകൊണ്ടാ ഈ ജീവി ഇത്ര ഇന്റലിജന്റ് ആയിട്ടിരിക്കുന്നേ, എങ്ങനെ അതിന് സംസാരിക്കാൻ പറ്റുന്നെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ലാരിയൻ പറഞ്ഞ ഈ ഒരു ഫാക്ടറി ഉടമ മറ്റാരുമല്ല റീമയായിരുന്നു. ഇവിടെ നേരത്തെ കേട്ട കാര്യങ്ങൾ ലാരിയൻ റീമയോട് ചെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജന്ന ആവട്ടെ ചെബുറാഷ്കയെ കൂടുതൽ ഒന്നുകൂടി അടിപൊളിയാക്കാൻ വേണ്ടി അതിന് ബുക്കൊക്കെ വായിക്കാൻ കൊടുക്കാറുണ്ട്. പിന്നെ അവരുടെ ഫാമിലി കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ സമയത്ത് വീണ്ടും റീമ തന്റെ കൊച്ചുമകളെ കൂട്ടിയിട്ട് ചെബുറാഷ്കയെ കൊടുക്കാമോ എന്ന് ചോദിച്ചു വരികയാണ്. ഒരിക്കലും കൊടുക്കില്ല. പിന്നെ ചെബുറാഷ്ക എന്റെ അടുത്ത് ഇപ്പൊ ഇല്ല എന്നും പറഞ്ഞിട്ട് വീട് സെർച്ച് ചെയ്തോളാം വരെ അവരോട് നമ്മുടെ ജന്ന പറയാണ്. ചെബുറാഷ്കയെ ഇവര് ഒളിപ്പിച്ച് നിർത്താട്ടോ ചെയ്തത്. അങ്ങനെ ചെബുറാഷ്കയെ കിട്ടാതെ ഇവര് നാണം കെട്ടു പോകുന്നത് കാണുമ്പോൾ തന്നെ ജന്നയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ജന്ന അതിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി. ഇടയ്ക്കിടയ്ക്ക് ഗ്രീഷയും ടുലിയയും ഇവിടെ വന്ന് ചെബുറാഷ്കയെ കാണാറുണ്ടായിരുന്നു. ഗ്രീഷയ്ക്ക് സ്വന്തം ഒരു ഫ്രണ്ടിനെ കിട്ടിയതുപോലെ ആയിരുന്നു ചെബുറാഷ്ക. ഇപ്പോഴാവട്ടെ ഇതിന് നന്നായിട്ട് ചെസ് കളിക്കാനും അറിയാം. വാലറീനെ ചെസ്സിൽ സഹായിക്കാറുള്ളതും ചെബുറാഷ്കയാണ്. ആ ജീവിയെ കിട്ടാഞ്ഞ് വാശി പിടിച്ച് കരയുന്ന കൊച്ചുമകൾക്ക് റീമ ഒരു ജിറാഫിനെയാണ് കൊടുക്കുന്നത്. അവൾക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇതിന്റെ ദേഷ്യത്തില് ഫാക്ടറിയിൽ വന്ന റീമ ആ പെണ്ണിന്റെ കട എങ്ങനെയെങ്കിലും അടപ്പിക്കണം. നമുക്കറിയാവുന്ന കാര്യമല്ലേ അവൾക്കൊരു റെസിപ്പി ബുക്ക് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണല്ലേ അവൾ അത്ര രുചികരമായിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അതിനൊക്കെ അടിപൊളി ചോക്ലേറ്റ് നമുക്ക് ഉണ്ടാക്കണം. ഇത്തവണത്തെ ചോക്ലേറ്റ് ഫെസ്റ്റിവലില് ഒരു പ്ലാൻ തന്നെയുണ്ട്. നമ്മൾ ഫെസ്റ്റിവലിന്റെ മുൻപ് തന്നെ ഒരു ചോക്ലേറ്റ് നിറച്ച ട്രെയിൻ അതുവഴി ഓടിക്കും. അല്ലെങ്കിൽ വേണ്ട, ചോക്ലേറ്റ് നിറച്ച ഒരു റോക്കറ്റ്. അങ്ങനെ എല്ലാവരെയും നമ്മുടെ ചോക്ലേറ്റിന്റെ അടിമകളാക്കി ഞാൻ മാറ്റും എന്നൊക്കെ നമ്മുടെ റീമ പറയാണ്. എങ്ങനെയും അവളുടെ കച്ചവടം നിർത്തിക്കണമെന്ന്. ഇവിടെ ചോക്ലേറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്തേക്ക് അങ്ങനെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ ചെബുറാഷ്ക ആവട്ടെ പാർക്കിൽ കളിക്കുന്ന പിള്ളേരുടെ അടുത്ത് പോയപ്പോൾ ആ പിള്ളേര് ഇതിനിട്ട് ഓടിക്കുകയാണ്. ജന്ന അത് കണ്ടുകൊണ്ട് വന്നു. അങ്ങനെ ചെബുറാഷ്കയെ എടുത്തു പിടിച്ചിട്ട് നേരത്തെയുള്ള ആ കുരുട്ട് പയ്യനില്ല അവനോട് പറഞ്ഞു, ഇത് നീളം വെച്ചാൽ നിന്നെ കടിക്കും കേട്ടോ, നീ നോക്കിയിരുന്നു എന്ന് പറയാണ്. ഈ പയ്യനാണെങ്കിൽ എന്തെങ്കിലും കേട്ടാൽ മതി, അപ്പൊ അത് ഇമാജിൻ ചെയ്യും. അയ്യോ ഈ ജീവി എന്നെ കടിക്കാൻ വരുന്നേ എന്നും പറഞ്ഞിട്ട് ആ പയ്യൻ ഇവിടെ നിന്ന് ഓടിക്കളയാണ്. ഇവർക്ക് രണ്ടുപേർക്കും അത് കണ്ടപ്പോഴേ തമാശ. ഈ സമയത്ത് നമ്മുടെ ടാനിയുടെ കടയിലേക്ക് ആരും കാണാതെ ലാരിയൻ കയറി വരികയാണ്. എന്നിട്ട് അവൻ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് എലികളെ അവിടെ തുറന്നു വിട്ടു. അങ്ങനെ ഇത് കടയല്ലേ, കടയിലെ എലികളൊക്കെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോവില്ലേ. അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ തന്നെ ഇവിടെ നിന്ന് പേടിച്ചോടി. അധികം കഴിയാതെ ഒരു ഹെൽത്ത് ഓഫീസർ വന്ന് ഇവിടെ ഫുള്ള് ചെക്ക് ചെയ്ത് ഇവിടെ എലികളുണ്ട് എന്ന് റിപ്പോർട്ടൊക്കെ കൊടുത്ത് 30 ദിവസത്തേക്ക് ഈ കട അടച്ചിടാൻ പറയാണ്. ഇത് കാരണം ടാനിയയ്ക്ക് ഇനി ആ ഒരു ചോക്ലേറ്റ്
കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഇവളുടെ റെസിപ്പി ബുക്ക് ആണെങ്കിൽ കാണാതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്നുള്ളത് ജന്നയ്ക്ക് മനസ്സിലായി. കാരണം റീമയുടെ ചോക്ലേറ്റിന്റെ കവർ അവൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ റീമയോട് നേരിട്ട് പോയിട്ട് ജന്നയും വാലറീനും കൂടി സംസാരിക്കുകയാണ്. അന്നേരം റീമായി ഒരു അവസരം മുതലെടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി ബുക്ക് ഞാൻ തിരിച്ചു തരാം, പകരം ചെബ്രാഷ്കയെ തിരിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ജന്ന മനസ്സിലോടെ ആണെങ്കിലും ഓക്കെ ഞാൻ നിങ്ങൾക്ക് അതിനെ തരാമെന്ന് പറയാണ്. എന്നിട്ട് സങ്കടപ്പെട്ട് നേരെ വീട്ടിൽ പോയി. പോകുന്ന വഴിക്ക് കുറേ നാളുകൾക്ക് മുമ്പ് ടാനിയെ ചെറുതായിരിക്കുമ്പോൾ അച്ഛനും മകളും വന്നിരിക്കാറുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്, പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ജന്നയെ കണ്ട് ചെബ്രാഷ്ക ഓടി വരുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ പോലായിരുന്നു ഇപ്പൊ ജന്നയ്ക്ക് അതിന്. അങ്ങനെ അതിന് ഓറഞ്ചൊക്കെ കൊടുത്ത് നടത്തിക്കാൻ കൊണ്ടുപോയിട്ട് നമ്മുടെ ജന്ന നേരെ ചെബ്രാഷ്കയെ റീമയുടെ വീട്ടിൽ കൊടുക്കുകയാണ്. അതിന് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, താൻ അത്ര സ്നേഹിച്ചിരുന്ന ജന്ന തന്നെ ഇങ്ങനെ വിട്ടുകളയുമെന്ന്. കുഞ്ഞായിരുന്ന സമയത്ത് നമ്മുടെ ടാനിയുടെ അമ്മ മരിച്ചപ്പോഴും ജന്ന ടാനിയെ സ്വന്തം ആന്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചതും ഇതേ കണക്ക് തന്നെയായിരുന്നു. തന്നെ ഇപ്പൊ തിരിച്ചു വിളിക്കുക എന്നോർത്തിട്ട് ചെബ്രാഷ്ക ജന്നയെ നോക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ആ ഒരു റെസിപ്പി ബുക്ക് കയ്യിലായപ്പോൾ അത് കൊണ്ടുവന്ന് ജന്ന ടാനിയെ ഏൽപ്പിച്ചു. അപ്പൊ അവള് ചോദിച്ചു, ചെബ്രാഷ്ക എവിടെയെന്ന്. അതിനെ കൊടുത്തിട്ടാ നിനക്ക് ഞാനിത് നേടിത്തന്നെന്ന് ജന്ന പറഞ്ഞപ്പോൾ അച്ഛൻ ശകലമെങ്കിലും മാറിപ്പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. വിശ്വസിച്ചിരുന്നവരെ ചതിക്കാനായിട്ട് അച്ഛനും ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടില്ലെന്ന് ടാനിയ പറയാണ്. അത് ശരിക്കും റെസിപ്പി ബുക്ക് അല്ലായിരുന്നു, ഇവരുടെ പണ്ടത്തെ ആൽബം ആയിരുന്നു. ടാനിയെ സൂക്ഷിച്ചു വെച്ചതായിരുന്നു. ജന്നയ്ക്ക് ചെബ്രാഷ്കയെ നഷ്ടപ്പെടുത്തിയതിൽ സങ്കടമായി. അങ്ങനെ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് ജന്നയോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം എന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടി റീമയുടെ ബംഗ്ലാവിലേക്ക് ചെല്ലുകയാണ്. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ കണ്ണ് വെട്ടിച്ച് ഇവരെല്ലാവരും അകത്തോട്ട് കടന്നു. ഫ്രണ്ട്സ് എല്ലാവരും താഴെ നോക്കുമ്പോൾ ജന്ന ഇതിന്റെ മുകളിലത്തെ നിലയിൽ പോയി നോക്കാണ്. അപ്പോഴാണ് റീമയും കൊച്ചുമകളും കൂടി ചോക്ലേറ്റ് ഫംഗ്ഷന് പോകുന്നതായിട്ട് കാണുന്നത്. അവരുടെ കൂടെ ആണെങ്കിൽ കയ്യും കെട്ടിയിട്ട് ചെബുറാഷ്കയും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ജന്ന അത് കണ്ടതും അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ജിറാഫിന്റെ കഴുത്തിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നുണ്ട്. അപ്പോഴേക്ക് ഇവരൊക്കെ കൂടിയിട്ട് ഈ ഒരു ഫംഗ്ഷന് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന റീമ ആ ഒരു ചോക്ലേറ്റ് റോക്കറ്റ് വിടാനായി ശ്രമിക്കുമ്പോഴാണ് റീമയുടെ കൊച്ചുമകളുടെ കൂടെയുള്ള നമ്മുടെ ചെബുറാഷ്കയെ ഗ്രിഷ കാണുന്നത്. ഗ്രിഷയോട് അച്ഛൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അന്നേരത്തേക്ക് ജന്ന അവിടെ എത്തുകയാണ്. എന്നിട്ട് നമ്മുടെ ചെബുറാഷ്കയെ കണ്ടെത്തി അതിനെ റിലീസ് ചെയ്തിട്ട് നിന്നോട് ഞാൻ ചെയ്തതിന് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ടാനിയയുടെ അമ്മയ്ക്ക് സ്പോർട്സ് ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു തവണ പാരാഗ്ലൈഡിങ്ങിന് പുള്ളിക്കാരി പോയി. ജന്ന തടഞ്ഞതാണ് പോവേണ്ടെന്ന്. പിന്നീട് അവർ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെയാണ് ടാനിയയുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്രയ്ക്ക് നമ്മുടെ ജന്ന സ്നേഹിച്ചിരുന്നു ഭാര്യനെ. പെട്ടെന്ന് ഭാര്യയെ നഷ്ടമായപ്പോൾ അയാൾക്കൊന്നുമില്ലാത്ത അവസ്ഥയായി. അങ്ങനെയാണ് ടാനിയെ നോക്കാൻ പറ്റില്ലെന്ന് ഓർത്തിട്ട് ആന്റിയുടെ കയ്യിൽ അവളെ വളർത്താൻ ഏൽപ്പിച്ചത്. 10 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോഴേക്ക് മകളെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ഓർത്തിട്ട് നമ്മുടെ ചെബുറാഷ്ക പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ട് കളഞ്ഞതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല, ഇപ്പൊ സ്നേഹമേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഗ്രിഷയെ കാണുന്നില്ല. ഇവിടെയാണെങ്കിൽ റീമ ആ ഒരു റോക്കറ്റ് വിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും ഇതിൽ നിന്ന് ഇനി ചോക്ലേറ്റ് പെറുക്കി തിന്നാം എന്നൊക്കെ പറഞ്ഞ് അവർ ആ റോക്കറ്റ് വിടുമ്പോഴാണ് ചെബുറാഷ്ക അതിൽ നമ്മുടെ ഗ്രിഷ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു വണ്ടി പറപ്പിച്ച് നമ്മുടെ ജന്ന ചെബുറാഷ്കയെ നേരെ ആ ഒരു റോക്കറ്റിൽ പിടിപ്പിക്കുകയാണ്. ഈ റോക്കറ്റ് മുകളിൽ പോയി പൊട്ടിത്തെറിച്ചു. ഗ്രിഷയെ നഷ്ടമായെന്നോർത്തിട്ട് ടാനിയെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചെബുറാഷ്ക അവനെയും പിടിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്നത് കാണുന്നത്. അവർ താഴെ വീഴാതിരിക്കാൻ വേണ്ടി നമ്മുടെ ടൂലിയെയും ജന്നയും എല്ലാവരും ചേർന്ന് ഒരു തുണിയൊക്കെ വിരിച്ച് അവരെ ക്യാച്ച് പിടിച്ചു. പിന്നീട് അവിടെ ഒരു ചോക്ലേറ്റ് മഴ തന്നെ പെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എല്ലാം ഇപ്പോൾ ഒരു ഫാമിലി റിയൂണിയൻ പോലെ മാറിയിട്ടുണ്ട്. ചെബുറാഷ്കയുടെ 1ാം പിറന്നാള് ഇവരെല്ലാവരും ചേർന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് റീമ വരുന്നത്. കൊച്ചുമകളെ ഞാൻ നേരാവണ്ണം നോക്കുന്നില്ലെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കാ. ഒരുപാട് പൈസ ഉണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ജന്ന പറഞ്ഞു, ഓ എനിക്കറിയാവുന്ന കാര്യമാണ്, എന്തായാലും സാരമില്ല, നടന്നതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് റീമയെയും അവരെ കൂടെ കൂട്ടുകയാണ്. ഇപ്പൊ ജന്നയ്ക്ക് വയസ്സാം കാലത്ത് അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. കാരണം എപ്പോഴും ചെബുറാഷ്ക അദ്ദേഹത്തിന്റെ കൂടെ തന്നെ കാണും. പിന്നെ ഇവരുടെ കൂടെ ഇരുന്ന് ചെസ് പഠിച്ചിട്ടേ ഇപ്പൊ വാലറീനെയും ജന്നയേക്കാളും കൂടുതൽ നമ്മുടെ ചെബുറാഷ്ക ചെസ് കളിക്കുമായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം ഇവരുടെ ഫാമിലി എല്ലാവരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കുന്ന സീനോട് കൂടിയിട്ടാണ് 2023 പുറത്തിറങ്ങിയ ചെബുറാഷ്ക എന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു മൂവി അവസാനിക്കുന്നത്.
സ്നേഹം നമ്മൾ എപ്പോഴും പറയും വിട്ടുകൊടുക്കലിൻ്റെതായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. നമ്മൾ ഒരിക്കലും പിടിച്ചു വെക്കാനായിട്ട് പാടില്ല എന്ന് പറയും. പക്ഷെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ നിൽക്കുന്നവരെ എന്ത് കാര്യത്തിന്റെ പേരിലായാലും നമ്മളെ തള്ളി പറയുകയോ അല്ലെങ്കിൽ ഒറ്റ കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്ക് നല്ലതായിട്ടുള്ളൊരു കാര്യം തന്നെയാണോ? അല്ല, ഒരിക്കലും അല്ല. ഒരാളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും വലിയൊരു ദ്രോഹം തന്നെയാണ്. ഒരാളുടെ വിശ്വാസം അയാൾ എത്രമാത്രം നമ്മളെ സ്നേഹിച്ചിരുന്നോ അതിൻ്റെ ആഴത്തിന് തുല്യം അയാളെ വേദനിപ്പിക്കും. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരാളുടെ ട്രസ്റ്റ് കളയാനായിട്ട് നിൽക്കില്ല. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തും നമുക്ക് തിരിച്ചു കിട്ടും, പക്ഷെ ഇത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ല. ഇപ്പം നമ്മുടെ ചെബ്രാഷ്ക ചെയ്തതുപോലെ ക്ഷമിച്ചിട്ട് അയാളുടെ കൂടെ നിൽക്കണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു അടിപൊളി മെസ്സേജാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കിട്ടുന്നത്. കൂട്ടുകാർക്ക് ഈ ഒരു ഫിലിം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലെ വീഡിയോസ് കാണാനായിട്ട് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും, ഈ കഥ ഇഷ്ടമായോ, എന്തെങ്കിലും മനസ്സിലാവാതെ വന്നോ, വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, എല്ലാ കാര്യങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാം കേട്ടോ. അടുത്തൊരു അടിപൊളി മൂവി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.